സ്പെഷ്യൽ വ്ളോഗാണ്. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തിരക്കിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഒരു ചെറിയ റോഡ് ട്രിപ്പ് പോവാണ്. അപ്പോൾ എങ്ങോട്ടാ എന്താന്നൊക്കെ നമുക്ക് വഴിയേ കാണാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റെഡി ആവാം. കണ്ടില്ലല്ലോ, ഇതാണ് കിട്ടുന്നേട്ട ചെത്തയക്കണ്. അപ്പം നമ്മൾ റെഡിയായി. ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇതാണ് ഞങ്ങൾ ഹരിക്കുട്ടെ. ഇവനെ കൊണ്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി യാത്ര തുടങ്ങാം. രാവിലെ പെട്ടി പാക്ക് ചെയ്ത് റെഡി ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഡെലീഷ്യയിലാണ് കയറിയത്. ഫുഡ് പോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസും അടിപൊളിയാണ്. പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ ആനിവേഴ്സറി ചെയ്യാൻ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓവറായിട്ട് കത്തിയടിച്ച് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ നല്ല ചൂടും അപ്പം സ്റ്റൂവും മുട്ട റോസ്റ്റും വന്നു. സത്യം പറഞ്ഞ വിശന്ന് പണ്ടാറടങ്ങിയിരിക്കേനു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വെട്ടി വിഴുങ്ങി. റാഹത്തായി ഈ ഒരു ഉറക്കം. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ യാത്ര അങ്ങ് തുടങ്ങി. പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ 2 വർഷമായി. 2 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 2 വർഷം അടിപൊളിയായിരുന്നു. ഞാൻ പറയിപ്പിച്ചിട്ട് പറയുന്ന പോലെ ഉണ്ട്. മര്യാദയ്ക്ക് പറ. 2 വർഷം അടിപൊളിയായിരുന്നു. ഇനിയുള്ള വർഷങ്ങൾ ഇതുപോലെ നന്നായാൽ മതി. എന്താ ഈ മെല്ലെ പോണേ? സ്പീഡിൽ ഓട്ടിക്കില്ല. ഓട്ടിക്കണോ? ഓ എന്തേ അങ്ങനെയുള്ള സഹായം വേണ്ട. പറപ്പിക്കണോ? പറപ്പിക്കാൻ അങ്ങോട്ട് പാപ്പ. അമ്മേ എല്ലാം പറപ്പിച്ചത്. എന്താ നമ്മ കാണുന്നത്? എന്റെ മോനെ, എന്താ ഇതാ പാലക്കാട്. കണ്ടില്ലേ എന്ത് രസാ. അപ്പൊ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും ഏതാ സ്ഥലം. അതെ, ഞങ്ങൾ പാലക്കാടാണ്. ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളെ ആനിവേഴ്സറി ആഘോഷിക്കാൻ അല്ലേ? എന്താ പറഞ്ഞേ? പാലക്കാട് സങ്കല്പത്തിലുള്ള കേരളം പാലക്കാടാണ് കാണുന്നത്. ശരിയല്ലേ? നമ്മളിങ്ങനെ പണ്ട് ചിത്രം വരയ്ക്കില്ലേ, മല, വീട്, താഴെ പുഴ എന്നൊക്കെ. എന്ത് രസാ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിത്രം വരയ്ക്കുക എങ്ങനെയാ, മല, വയല്, വീട്, ഒരു പുഴ താഴെ. ശ്രീനിവാസ വെറുതെ അല്ല, ശ്രീനിവാസ വെറുതെ അല്ലേ പറഞ്ഞത് അല്ലേ? എന്താ രസം. അമ്മേ എന്തൊരു വലിയ പാറ. അമ്മ അങ്ങനെ 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. പാലക്കാട് മലമ്പുഴ ഡാമിനടുത്തുള്ള ഹോട്ടൽ ഗോവർദ്ധനയിലാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ മലമ്പുഴയിലുള്ള സ്റ്റിർലിംഗ് ഗോവർദ്ധനയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഹോട്ടലിൽ പോയി കയറിയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. വാ. ആക്ച്വലി ചെക്കിങ്ങും പ്രൊസീജിയറും കഴിഞ്ഞ് നമുക്ക് റൂമിലേക്ക് പോകാം.
പിന്നെ ഇവിടെ ഒരുപാട് കോട്ടേജ് ഉണ്ട്. ഓരോന്നിനും ഓരോ പേരാണ്. ഞങ്ങളുടെ കോട്ടേജിൻ്റെ പേര് ബ്രഹ്മഗിരിയേനു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഈ ഹോട്ടലിരിക്കുന്നത് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ്. പിന്നെ ഞങ്ങളുടെ കോട്ടേജിന് മുന്നിൽ കുറേ ചെടികളുണ്ട്. അത് എന്ത് ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഫുൾ ടൈം അതിൽ പൂമ്പാറ്റകൾ വന്നിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞു കിളികൾ, നല്ല തണുത്ത കാറ്റ് എല്ലാം കൊണ്ട് തിരക്കുകളിൽ നിന്നൊക്കെ മാറി നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. അതുപോലെ തന്നെ കോട്ടേജ് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരുന്നു. പിന്നെ ഇവർ ഞങ്ങൾക്കൊരു സർപ്രൈസും തന്നു. ഹായ് അടിപൊളിയെ മുറിച്ചാലോ? അപ്പൊ നമുക്ക് ഹോട്ടലിൽ നിന്ന് കണ്ടാലോ? സത്യം പറ പൂൾ കണ്ടാൽ എനിക്ക് ഭ്രാന്താ. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. നിനക്ക് വയ്യേ. നല്ല രസമുണ്ട്. വിശാഖു വാ, നമുക്ക് വെള്ളത്തിൽ ചാടാം. ഗൈസ്, നമുക്ക് വെള്ളത്തിൽ ചാടാം. വാ, ചാടാം ചാടാം, വെള്ളത്തിൽ ചാടാം. ഇവിടെ പോണില്ല. നമ്മ കപ്പലൊക്കെ ഇവിടെ ചപ്പണോ? കാറില്ല. ആംഗിൾ ശരിയാവും. മൂടി ഒന്ന് മാറ്റി കെട്ടണം. മൊയിന്റിന് വരാണ്ട്. എൻ്റെ കാലം എവിടെ കാണില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഷാഗു എന്താ അവിടെ ചെയ്യണേ?
പൂളിലൊക്കെ ചാടിയിട്ട് ഭയങ്കര ടയേർഡായിപ്പോയി. ഇപ്പം ഞങ്ങൾ കേക്കും വൈനും ഒക്കെ ആയിട്ട് ഞങ്ങളെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ വിശാഖു? അപ്പം നാളെ തൊട്ടിട്ട് പാലക്കാട് വ്ളോഗൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കാണണം. അപ്പം ഞങ്ങളെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യട്ടെ. എല്ലാവർക്കും ബൈ, സ്റ്റേ ട്യൂൺ, ബൈ.